एवं श्रीकृष्णदेवस्य नाम्नामष्टोत्तरं शतं सर्वसिद्धिप्रदातारं सर्वमृत्युनिवारणं सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द. ശ്രീകൃഷ്ണഗാഥ പാരായണം നാലാമത്തെ ദിവസം. ഇന്ന് ചിങ്ങം 3-ാം തീയതി. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യത്തിനും ആയി പ്രാർത്ഥിച്ചുകൊണ്ട് കടലായ ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുസന്നിധിയിൽ നിത്യ പാരായണമായ ശ്രീകൃഷ്ണഗാഥ പാരായണം ആരംഭിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. ഓം സ്തുതിയോടുകൂടി ശ്രീകൃഷ്ണഗാഥ പാരായണം ആരംഭിക്കുകയാണ്. സ്തുതിയോടുകൂടി ശ്രീകൃഷ്ണഗാഥ പാരായണം ആരംഭിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഓം തത്സത്. കേരളക്കരയിൽ ഉത്തരാഗ്രഭുവിൽ കോലഭൂപനുടെ തോഴനായി കൃഷ്ണഗാഥ വിരചിച്ച വിപ്രകവി താമസിച്ചൊരു ചിറക്കലിൽ പാലഭൂതിലകമായി മേവിടുന്നൊരു ദേശമായ കടലായി മേവിടുന്നൊരവനീത കൃഷ്ണ പരിപാഹി മാം ഭുവനരക്ഷക. മേവിടുന്ന നവനീത കൃഷ്ണ പരിപാഹി മാം ഭുവനരക്ഷക. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണഗാഥ പാരായണം 4-ാം ദിവസമാണ്. ഇന്ന് ചിങ്ങം 3 കൃഷ്ണോത്പത്തി തന്നെയാണ് പാരായണം ചെയ്യുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. ഓം തത്സത്. ചെന്നോരു നേരത്തു സുന്ദരിയായോരു നന്ദവിലാസിനി തന്നെ കണ്ടാൾ. നല്ലൊരു പെൺപിള്ള തന്നെ കണ്ട നന്ദവിലാസിനെ തന്നോട് കൃഷ്ണൻ ജനിച്ചു. ചെന്നോരു നേരത്തു സുന്ദരിയായോരു നന്ദവിലാസിനി തന്നെ കണ്ടാൾ. ബുദ്ധി കൊണ്ടുണ്ടായ മോഹത്തെ പൂണ്ടിട്ടു ഭൂതലം തന്നിൽ കീടന്നതപ്പോൾ മറ്റുള്ളോരെല്ലാരും നിദ്രയും പൂണ്ടിട്ടു ചുറ്റും കീടന്നതും കണ്ടാൻ. പിന്നെ നന്ദവിലാസിനി തന്നോടെ ചാരത്തു നല്ലൊരു പെൺപിള്ള തന്നെ കണ്ടാൻ. ബാലകന്മാരെ കൊണ്ടാനകതുന്തുബി വാണിഭം ചെയ്യുന്നോരെന്ന പോലെ തന്നൂടെ പൈതലെ കൊണ്ടു ചെന്നങ്ങവൾ തന്നൂടെ ചാരത്തു ചേർത്തു. പിന്നെ പെൺപിള്ള തന്നെയും മെല്ലവെ കൊണ്ടുപോ അമ്പാടി തന്നെയും പിന്നിട്ടുടൻ. ഖിന്നത കൂടാതെ തന്നൂടെ ഗേഹത്തിൽ വന്നു നിന്നു തന്നെ. അമ്പോടു പിന്നെ ദേവകി ചാരത്തു പെൺപിള്ള തന്നെയും ചേർത്തു ചെമ്മേ. കഞ്ചനെ പേടിച്ചു മുന്നേ പോലെ ചെന്ന ചങ്ങല തന്നെയും കൊണ്ടുകൊണ്ടാൻ. ദേവകി തന്നോട് ചാരത്തു ചേരുമ കേവലയായി ഒരു ദേവിയപ്പോൾ
മാറ്റോലി കൊള്ളു മാറിക്കീലം തന്നിൽ നിൻ ഏറ്റം കരഞ്ഞു കരഞ്ഞു നിന്നാൾ. ഞെട്ടിയുണർന്നുള്ള കംസനിയോഗികൾ പെട്ടെന്നു ചെന്നങ്ങു ചൊന്നാരപ്പോൾ വാളുമായി ചെഞ്ചമ്മേ വന്നു നിന്നിടിനാൻ കാലനു നേരായ കംസനപ്പോൾ. കണ്ടോരു നേരത്തു പണ്ടതിലേറ്റവും പിണ്ടലും പൂണ്ടു വിറച്ചു പാരം. കംസനോടന്നേരം മെല്ലവേ ചൊല്ലിനാൻ കാതരയായൊരു ദേവകി താൻ. പാമ്പെന്നു ചിന്തിച്ചു ശങ്കിച്ചു നിന്നതോ പാശമായല്ലോ താൻ വന്നു കൂടി. പാപങ്ങളിന്നും നീ ആചരിച്ചിടാതെ പാരാതെ പോകെങ്കിൽ എന്നെ വേണ്ടു. എന്നോട് ശോകത്തിൻ കാരണമാക്കല്ല ഇന്നിനി എൻ പൈതൽ തന്നെ ഇപ്പോൾ. ഒന്നു രണ്ടല്ലല്ലോ മുന്നം നീ എന്നോട് നന്ദനന്മാരി കോലപ്പെടുത്തു. ഒന്നല്ല യാതൊരു പെൺപിള്ള തന്നെ നീ ഇന്നിനി ഇന്നെനിക്കായി നീ വണങ്ങണമേ. ഇങ്ങനെ ചൊന്നുതം കന്യക തന്നെയും പൊങ്ങി നിന്നിടുന്ന ശോകത്താലേ മാറോടു ചേർത്തങ്ങു കൂടുകൊണ്ടിടിനാൻ മാവാബി വന്നു തൊടാതെ വണ്ണം. സോദരിയായൊരു രോദനം കേട്ടി സോദരി തന്നൂടെ രോദനം കേട്ടിട്ടു രോഷിതനായൊരു കംസനപ്പോൾ ഓടിയണഞ്ഞു വലിച്ചു കൊണ്ടിടിനാൻ ഓമലൂമ പൈതൽ തന്നെ. പാദം പീഡിച്ചുവൻ പാറമേൽ തല്ലുവാൻ പാരം ചുഴറ്റി നിന്നോങ്ങും നേരം. കീഴ്പ്പെട്ടു തല്ലുവാനോങ്ങിയ നേരത്തു മേൽപ്പെട്ടു പോയതേ കണ്ടു പിന്നെ. ഈശയും പൂണ്ടവൻ നോക്കി ഞാൻ എന്നപ്പോൾ ഈശ്വരിയാമവൾ തന്നെ നേരെ. അമ്പരം തന്നിലെ ലംബിതയായി നിൻ അംബിക തന്നെയും കാണായപ്പോൾ നേത്രങ്ങൾക്കേതുമേ നോക്കരുതാതൊരു ദീപ്തിയെ പൂണ്ടൊരു മെയ്യുമായി. ദേവി തന്മയുടെ ലാവണ്യം ചൊല്ലുവാൻ നാവിന്നു വൈഭവം വന്നുകൂടാ. പൂജായൽ തന്നൂടെ കാന്തിയെ ചൊല്ലുവാൻ വാഞ്ചയുണ്ടാകുന്നു കാൺകെനിക്കോ. തുല്യതയില്ലാതെ തുല്യത ചൊല്ലുമ്പോൾ വല്ലായ്മ എന്നതും വന്നുകൂടും. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കണ്ണിയെന്നിങ്ങനെ കൊണ്ടാടി ചൊല്ലിലോ കൊണ്ടൽ തന്നുള്ളത്തിൽ ഇടലുണ്ടാം. അല്ലെന്നു ചൊല്ലിലോ നിലത്താഴകൾ അല്ലല്ല എന്നങ്ങു പേശിക്കൊള്ളും. മറ്റൊന്നു ചൊല്ലിൽ മാനങ്കൂലന്നിടുമ കുറ്റത്തിലും പാനങ്കൂലക്കും. എന്നതോ കുന്തലെ വാട്ടാതെ വന്ദന നിന്നു മാടം മുന്നേ ഞാൻ അന്ധത കൊണ്ടിനി ചന്തമാണ്ടിടുമ കുന്തളം പാട്ടുവാൻ ചിന്തിക്കുന്നേ. ചായലായുള്ളൊരു നായിക താൻ പെറ്റ ചപലം കൊണ്ടുള്ള ബാലകന്മാർ നെറ്റിയായുള്ളൊരു മുറ്റത്തിലമാറും മുറ്റത്തെ മിന്നുള്ള ലീലയല്ലോ. ചിന്തിന കാന്തി കലർന്നു നിന്നിടുമ കുന്തളമായിട്ടു കണ്ടതിപ്പോൾ മൗലിയിലുള്ളൊരു വാർത്തികൾ തന്നോട് പാതി പൊളിഞ്ഞു വീണ നേരം. ചില്ലി തടഞ്ഞിട്ടു വീഴരുതകയ മെല്ലവെ തങ്ങിയുറച്ചു തന്നെ. കാണുന്നു കണ്ണിനു തോന്നുമാറുള്ളൊരു കാന്തിയെ പൂണ്ടെന്ന തൂനെറ്റിനാൻ. ആനന്ദൻ തന്നോടു നേരത്തു പോരുവാൻ മാനിച്ചു തിങ്കളും പങ്കജവും ഒക്കവെ ചെന്നു പിണങ്ങിന നേരം കണ്ട അക്ഷണമാനല ലക്ഷ്മി നേരെ. നീതിലെ നിന്നുകൾ പങ്കജമേതിൽ താഴെ നീയും എന്നോ ചൊന്നൊരു സീമയിട്ടിടിന എന്നതു ചില്ലിയ കണ്ടതിപ്പോൾ. ചില്ലികളായുള്ള കല്ലോലം തൻകീഴെ മെല്ലെ വെച്ചെന്നു കളിക്കയാലേ ആനന്ദമാളുമ കണ്ണിന തന്നെയോ പിന്നകളെന്നല്ലോ ചൊല്ലുന്നു. ആനന കാന്തിയായി മേവിടുന്ന മാനി കൺവിനോട് ആടുവാൻ
ഉല്ലസിച്ചിടുന്ന പൊന്നുയലെന്നെ അല്ലക്കോഴകളെ ഒന്നിക്കുന്നു. ചൊരിവായൊരു ചെന്തുണ്ടി തൻകനി ചാരത്തു കണ്ടതു മെല്ലവേ ചെല്ലുന്ന പൈകിളിച്ചുണ്ടെന്നി ചൊല്ലുവാൻ തോന്നുമെന്ന് കണ്ടാൽ മണ്ഡനമായുള്ള കുണ്ടല ചണ്ടത്താൽ മണ്ഡിതമായുള്ള ഗണ്ഡം കണ്ട സ്വർണം കൊണ്ടുള്ളൊരു കണ്ണാടി തന്നോട് ഉണ്ണാടി ചിഹ്നം വിറയ്ക്കുമേറ്റം ചൊരിവാൻ തന്നോട് നേരായി ചെന്നപ്പോൾ പാരാതെ ചെമ്പരുത്തി മാലിയെന്നുള്ളൊരു കൈദേവം കൈക്കൊണ്ടു മാറിട്ടു ഞാനൊന്നു കണ്ട പാവം മാറത്തു ചേരുന്നൊരാരത്തെ കണ്ടിട്ടു നേരിട്ടു ചൊല്ലല്ല എന്നു നന്ദി ഒട്ടങ്ങൾ രണ്ടു മറച്ചു നിന്നിരുന്നു വട്ടമറ്റിട്ടു മന്ദങ്ങളെ പുഞ്ചിരിയായൊരു ചന്ദ്രിക എന്നത് അഞ്ചാതെ ചൊല്ലാമൻ എല്ലാരോടും ഏണാങ്ക മൗലിതൻ നേത്രത ഗൗരങ്ങൾ പൂണായ്മയോ അല്ലയായി പൂർണ്ണനായുള്ളൊരു തിങ്കളെ മൗലി കൊണ്ടു നിന്നിടുന്നു ശൈവലിംഗം എന്നതേ തോന്നുന്നു താനനം തങ്കിയെ നിന്നു വീലങ്ങോ കണ്ടം കണ്ടാൽ പർമുലയായൊരു മലിയ കുന്നിൽ നീ ആമന്ദം പൊന്നങ്ങിറങ്ങി നേരെ പുകത്തുടങ്ങുന്ന ഭോഗികളെന്നത്രേ ബാഹുക്കൾ തന്നെ ഞാൻ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ചട്ടറും കാന്തി ഞാൻ ഒട്ടേടം ചൊല്ലേണ്ടായെന്നു നന്ദി ഒട്ടുമേ ചൊല്ലാതെ നിന്നുകൊണ്ടിടുന്നു മുട്ടയോ ചൊല്ലുവാനോർക്കിലാക്കാം ചേർത്തു നിന്നിടുന്നോരക്കിടം ചെഞ്ചമ്മേ ചേർത്തടാമെന്നതു നിർണയിച്ചു പണ്ടു തന്മേനിയെ ചുട്ടുകളഞ്ഞതിലുണ്ടായ പോരാത്മാക്കുവാനായി ചൊമ്പൽത്താർ വാണനെ തേരിൽ കരേറിട്ടു ശംഭുതൻ മേനി പാകുപ്പിച്ചു താൻ കുമ്പിതൻ തുമ്പിക്കൈ പിന്തുട കണ്ടല്ലോ കുമ്പിട്ടു പോരുന്നിരുന്നു മേറ്റം ചൊൽപ്പെറ്റു നിന്നൊരു ശോഭയെ കാണുമ്പോൾ ചെപ്പെന്നു ചൊൽവാനോ തോന്നുമല്ലോ ഒപ്പില്ലയാതെ ഒപ്പിനാൽ ചൊല്ലെന്ന് ഉൾപ്പൂവിൽ നാളെ കുറേ വായിക്കാന്നല്ലോ വാഴ്ത്തുവാൻ ഏതുമേ വല്ലാതെ നിന്നേതു ഞാൻ ദേവിതൻ ചാരു റൗണ്ട് വരാൻ സമയം എന്നതു ചിന്തിച്ചു ചന്ദ്രകലാധരൻ ഞാൻ നിർജ്ജനമായൊരു കാനനം തന്നിൽ പോൽ ഷഡ്ജവും പാടി നൽകിയാലും കുറ്റമറ്റിടുന്ന നൃത്തമായിടുന്നു മറ്റൊന്നു ചിന്തിച്ചിട്ടില്ല ഞാനുങ്ങളിൽ പാരമുരുമ്മി മേഴുത്തു നിന്നിടുമ പാദനഖങ്ങൾ തന്നം ശൂജാലം മീതെ പരന്നു വാഴിഞ്ഞതു കാണുമ്പോൾ സേതമായുള്ളൊരു കൂർമാമെന്നെ എന്മനം തന്നിലെ സന്തതം തോന്നുന്നു അംബിക തൻ പ്രഭാതങ്ങൾ രണ്ടും മഞ്ചീരം തന്നോടെ മഞ്ചുളമായൊരു ചിഞ്ചിതമായുള്ള ഹംസാനാദം എപ്പോഴും കേൾക്കായാലപ്പാദം ചെഞ്ചമ്മേ ചെൽപ്പൊങ്ങും പങ്കജാമെന്നു വന്നു വാനവർ കൈകളാം വാദിച്ചം ചെഞ്ചമ്മേ കാണുന്ന നേരത്തു പൂങ്കുകയാൽ തിങ്കളെന്നുള്ളൊരു ശങ്കയുമുണ്ടേക്കും അങ്കുരിച്ചിടുന്നു പാരാമുള്ളിൽ ഉൾക്കാമിൽ തന്നെ ചേർന്നു ക്ലേശം നിന്നോർത്തൻ ദുഃഖമാം കാന്താരം നീറ്റുകയാൽ അങ്കിയെന്നുള്ളൊരു ശങ്കയുമുണ്ടേനിക്കങ്കുരിച്ചിടുന്നു പിന്നെ
ഇപ്പാദം തന്നിലെ പൊൽപുംബരാഗത്തെ മുൻപാടെ തെണ്ടിത്താൻ കൊണ്ടുപോയി വാരിജ സംഭവൻ പാരിടമെല്ലാമേ പാരാട നിർമ്മിച്ചുവെന്നു കേൾക്കൂ എന്നതു കൊണ്ടുപോൻ പന്നക നായകൻ തന്നെ മൗലിയിൽ ചേർക്കുന്നതും ഊർജിതാരൂപനായി നിർജ്ജരനായുള്ള ദുർജടി താനതു നീട്ടി പിന്നെ ആദരവോടതു പൂച്ചുന്നുമെങ്കില കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. ചെന്നു മാതാവിൻ ഗർഭത്തിൽ നോഴല്ലാമിനി എന്നു നന്ദി മാല കന്നിടും അമ്മാമുനിമാരെല്ലാം മൗലിയിൽ ചേർക്കുന്ന ഭാവനയാൽ ആഗമൻ തന്നൂടെ വായിച്ചോ കാതലായി മേ ഭൂമി പാദാപായോജ പാരകമത്രേ ഇപ്പാദം തന്നിലെ നിൽപ്പൊരു മാനസം കൽപ്പോടെ ചേർത്താൻ കണ്ടപൗലസ്ത്യൻ മുഗ്ധേന്ദു ശേഖരൻ മിത്രനെന്നുള്ളതും വിത്തേശനെന്നും പേരെന്നുണ്ടായി ഉന്മാദം പൂണ്ടൊരു വന്മകീഷാസുരൻ തന്മതം തീർത്തതെന്നോർക്കിലാർക്കാം ശുംഭനായി നിന്നുള്ളോരും ബർക്കോൻ വൈരീതൻ ദമ്പത്തെ തീർത്തതൂമവണ്ണാമേ ഓരോരോ ദാനവ വീരരെ കാട്ടിട്ട് ആരെല്ലാം പാലിപ്പാൻ പാർക്കിലാർക്കാം ആഗമൻ താനും പാദങ്ങൾ തന്നെ പോയാരാഞ്ഞു പോരുന്നോതെന്നോമെൻ എന്നാൽ ഇങ്ങനെ മേവുമ പാദപായോജം ഞാൻ എങ്ങനെ എന്നു ചൊല്ലൂ വായ്പോടു നിന്നിട്ടു പിന്നെയും കൂപ്പുക എന്നീ മറ്റൊന്നുവല്ലേ കേവലയായൊരു ദേവിയെ വാഴ്ത്തുവാൻ അവതല്ലെന്നതു ചിന്തിയാതെ കാടായി ചൊല്ലുന്നതെന്തു നീ എന്നല്ലേ മൂഢരായുള്ളോരിൽ മുമ്പുണ്ടല്ലോ പാടവൻ കൂടാതെ മൂഢരായുള്ളോരോ കാടാകുമാറല്ലോ ചൊല്ലേണ്ടുന്നു എന്നതു പാർക്കുമ്പോഴിന്നു ഞാൻ ചൊന്നതു നിന്യമല്ലെന്നതും വന്നു കൂടും അങ്ങനെ പോകത്തങ്ങമ്പരൻ തന്നിൽ നിൻ ഇങ്ങനെയുള്ളൊരു ദേവിയപ്പോൾ താഴെ നിന്നിടുന്ന കംസനോടായിട്ടു കോഴ കാളഞ്ഞു പറഞ്ഞു നിന്നാൾ എന്നെ നീ എന്തിനു കൊല്ലുവാൻ കൂടുന്നു നിന്നുടെ കഥകിയല്ല ഞാനോ ചാലപ്പിറന്നു വളർന്നുള്ള നിന്നൂടെ കാലനായുള്ള വെൺപാലനായി ഏറ്റവും ദൂരത്തോ നല്ല എന്നുള്ളതും തെറ്റി നിന്നിടാമെന്നിനോടിപ്പോൾ എന്നിലാമെന്നതു നിന്നിലെ നന്ദി നിൻ കൊന്നുകൊള്ളായിലോ ഭോജനാഥ നിന്നെയും നിന്നോടെ ചേവകന്മാരെയും കൊന്നു നിന്നിടുമപ്പാലകൻ താൻ കംസനോടിങ്ങനെ സംശയം കൂടാതെ സംശയിച്ചു നിന്നൊരു ദേവിയപ്പോൾ നാലോകർക്കൊലൊന്നൊരാലംബമായിട്ടു ഭൂലോകം തന്നിൽ എഴുന്നള്ളിനാൾ സ്ഥാനങ്ങൾ ഓരോന്നെ മാനിച്ചു നൽകിനാർ മാനവരെല്ലാവരും ദേവിക്കപ്പോൾ ആരണ ചെയ്യുന്ന പൂജയെ കൊണ്ടാദരവോടു തെളിഞ്ഞു മെന്മേൽ ഭൂലോകം തന്നിൽ വിളങ്ങി നിന്നിടിനാൽ ഭൂലോക നായികയായ ദേവി അഞ്ചിതയായൊരു ദേവി തൻ ചൊല്ലെല്ലാം നെഞ്ചകം പോകിന കഞ്ചനപ്പോൾ വിസ്മയിച്ചിടിനാൻ നിശ്വസിച്ചിടിനാൻ നീളെ കെട്ടുപെട്ടിടുന്ന ദമ്പതിമാരെയും പെട്ടെന്നു ചെന്നങ്ങടിച്ചു പിന്നെ ഓർച്ചയും പൂണ്ടു പറഞ്ഞു നിന്നിടിന ചാർച്ചയും കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. നിങ്ങൾക്കു സൂര്യവാനല്ലോ പൊന്നെ പോലെന്നുടെ
അന്യേന സ്ത്രീ എട്ടാമതുണ്ടായ ബാലകനെന്നേതു പാട്ടാങ്ങെന്നതും വന്നു കൂട്ടി. ഈശ്വരവാക്കിനു സത്യതയില്ലെന്നത് ആശ്ചര്യമാകുന്നതോർത്തതോറും ഓരാതെ വന്നിട്ടു ഘോരനായുള്ള ഞാൻ 6 കീടങ്ങളെ കൊന്നേനല്ലോ. എന്നോടെ വമ്പീഴ എല്ലാമേ നിങ്ങളിൽ ഒന്നിച്ചു കണ്ടു പോറുക്കേണമേ. ഇങ്ങനെ ചൊന്നുടൻ തന്നോടെ മന്ദിരം തന്നീലും പോകിനാൻ പിന്നനായി. പിറ്റേനാൾ നേരെ ഉറ്റോരെയെല്ലാമേ തെറ്റെന്നു ചാരത്തു കൊണ്ടു പിന്നെ ഒന്നിച്ചു കണ്ടു പറഞ്ഞു നിന്നിടിനാൻ. കന്യക തന്നോട് ചൊന്നതെല്ലാം കേട്ടു നിന്നിടുന്ന ധനവാരെന്നപ്പോൾ വാട്ടമാകുന്നോരു വാർത്ത ചൊന്നാർ. ബാലനായുണ്ടു നിൻ കാലനായുള്ളവൻ ഭൂലോകത്തന്നെങ്കിൽ ഞങ്ങൾക്കൊക്കവേ ചാലപ്പുറപ്പെട്ടു ചെന്നോരോ ദിക്കുകളെങ്ങും തിരിഞ്ഞു നീളെ. കണ്ടിടുന്ന ബാലകന്മാരെയോ കണ്ടം വീതിച്ചു കഴിക്കാം ചെന്നേ. ബാലകന്മാരെന്ന വാർത്തകളിങ്ങുമേ ഭൂലോകം ചെന്നീലില്ലാതെ വണ്ണം. കൊന്നിടുന്ന ബാലരെ എണ്ണുമ്പോൾ കൊന്നിവനെന്നതും വന്നുകൂടും. പിന്നെ നമുക്കൊരു വഴിയും കൂടാതെ നന്നായി വന്നിടും കാലം മേലിൽ ദേവകളാകുന്ന വൈദികളെ നീ കേവലമില്ല മറ്റെന്നു വന്ന് ദേവകളെന്നുള്ളതില്ലാതെയൊക്കെയാകുവാൻ അവരല്ലെങ്കിലും വേണമത്രേ. ദേവകൾക്കുള്ളൊരു വേർതിരിച്ചിടുന്ന ദേവമെന്നിങ്ങനെ ചൊല്ലാമല്ലോ. വേരായി നിന്ന ഈ ദേവകളെല്ലാവർക്കും വീരനായി നാരായണൻ തൻ്റെ വേരായി പോരുന്ന ധാരണരെല്ലാരും വേദങ്ങളും സത്യവും ധർമ്മവും യജ്ഞവും പോക്കളും ഇത്തരം പിന്നെയുമുണ്ടു മറ്റും. ആരണരല്ലോ വേദങ്ങൾക്കെല്ലാം ആധാരമായിട്ടു നിന്നെ തന്നാൽ. ആരായോരെ കൊന്നു നിന്നിടുമ്പോൾ വേരോടെ പോമല്ലോ വേദങ്ങളും. ആദ്യത്തെ കൊണ്ടല്ലോ യജ്ഞങ്ങൾ ചെയ്യുന്നു രാജ്യത്തിൽ കാരണം ഗോക്കളല്ലോ. ഗോക്കളെല്ലാമേ കൊന്നു നിന്നിടുമ്പോൾ പൊക്കിടും ഓരോരോ യജ്ഞങ്ങളും. ആരാനോ ഉണ്ടോ തപസ്സിനെ ചെയ്യുന്നു പാരാതെ ചെന്നു ചേർക്കുവെങ്കിൽ. ഇങ്ങനെ ചെയ്യുമ്പോൾ വിഷ്ണുവെന്നുള്ളതും മങ്ങിയങ്ങി മാറും. ദേവകളും പോയി വരണ്ടുപോമെന്നുമ്പോൾ വേരോടു വേറായ ശാഖി പോലെ. ഇങ്ങനെ ചെയ്യുമ്പോൾ നിരീലിക്കാലമോ മംഗലമായിട്ടേ വന്നു കൂടൂ. അഗതൻ മുമ്പായ ബന്ധുക്കൾ ചുഴറ്റു മാന്യമായി നിന്നു സൂഹിക്കാം പിന്നെ. ഇങ്ങനെ ചൊന്നതു കേട്ടോരു കംസൻ ഇങ്ങനെ എന്നു തെളിഞ്ഞു ചൊല്ലി. ഭൂതന മുമ്പായ ധനവായുധത്തെ ഭൂതലമെങ്ങും നടന്നു നിങ്ങൾ. ബാലകന്മാരുടെ ഹിംസയെ ചെയ്യുകയെന്ന് പാച്ചാലെ നിയോഗിച്ചകത്തു പൂക്കാൻ. സ്നാനം തുടങ്ങിന വേലയുമാചരിച്ചും കഴിഞ്ഞു തെളിഞ്ഞു പിന്നെ. വന്ദികൾ വാഴ്ത്തുന്ന വാർത്തയും കേട്ടോരോ സുന്ദരമായുള്ള ഗീതങ്ങളും. നർത്തകന്മാരുടെ നൃത്തവും കണ്ടു ഉത്തമമായുള്ള മന്ദിരത്തിൽ ബന്ധുക്കളായുള്ള മനോരുമായിട്ടു സന്തുഷ്ടനായി വിളങ്ങി നിന്നാൻ. കൃഷ്ണ ഹരി ജയ
കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. ഉദനാമോക്ഷമാണ് അടുത്തതായി പാരായണം ചെയ്യുന്നത്. നാഗികൾ നേരോത്ത ഗോപന്മാരെല്ലാവർക്കും നാഥനായി നന്നായി നിന്ന നന്ദൻ സന്തതിയില്ലാഞ്ഞു സന്തതം ബിന്ദുവിൻ സന്തരാചിന്തയും പൂണ്ട കാലം അത്ഭുത കാന്തി കലർന്നോരു ജായയ്ക്കു ഗർഭവുമുണ്ടായി വന്നുകൂടി എന്നതു കണ്ടിട്ടു നിന്നോരു നന്ദൻ താൻ വന്നെഴുന്നീടുന്ന മോദത്താലേ പ്രാജ്ഞികന്മാരോടു ചോദിച്ച നേരത്തു പ്രാജ്ഞികന്മാരിലൊരുത്തൻ ചൊന്നാൻ ഇന്നിവൾ തന്നുടെ ഗർഭത്തിൽ നിന്നതു കന്യക എന്നതു നിർണയിച്ചു. അന്യനായുള്ളവൻ ചൊന്നു നിന്നിടിനാൻ കന്യക എന്നവൻ ചൊന്ന നേരം തേമ്പാത കാന്തി കലർന്നു നിന്നിടുന്നു ആൺപൈതലുണ്ടാമി പേറ്റിലിപ്പോൾ കാണുന്ന നേരത്തു കന്യകയല്ലെന്നും ആണെന്നുമുള്ളതു നിർണയിച്ചു. അന്യനായുള്ളവൻ ചൊല്ലി നിന്നിടിനാൻ പിന്നെയും നിന്നു വിചാരിച്ചുടൻ ഇങ്ങിനെയല്ലായിൽ എന്നുടെ ശാസ്ത്രം ഞാൻ എന്നുമേ തീണ്ടുന്നു നല്ല മേലിൽ. വായ്പോരു കണ്ടവർ നേരിട്ട നേരത്തു വായ്പോടു ചൊല്ലി ഞാൻ നിന്നോരന്യൻ ചെമ്പല്ല വാങ്ങി നന്നൽ പിള്ളയായതോ പെൺപിള്ള എന്നതും ചേരുമല്ലോ. മാൺപാർന്ന കാന്തിതൻ കാമ്പായി നിന്നുള്ളു ആൺപൈതൽ എന്നതും ചേരുമത്രേ. ഇങ്ങിനെയുള്ളൊരു സംഗതി ചേരായൻ ഇങ്ങിനെ നന്ദി ഞാൻ മൗനമാണ്ടു. എന്നോടെ ചിന്തിതമാരുമേ കാണല്ല എന്നുണ്ടു ദൈവത്തിനെന്നതത്രേ. പ്രാജ്ഞികന്മാരായ ഞങ്ങളിന്നെല്ലാരും പ്രാകൃതരായി ചമഞ്ഞുതെന്നാൽ വന്നതു കണ്ടിട്ടു നിർണയിച്ചിടു നാം എന്നതേ ഓർച്ചയിൽ ചേർച്ച നല്ലു. മന്ദനോടിങ്ങിനെ ചൊന്നവരെല്ലാം താൻ മന്ദിരം നോക്കി നടന്നാർ. പിന്നെ നന്മയെ നൽകണം ദൈവമേ എന്നങ്ങു നന്ദനും പ്രാർത്ഥിച്ചു നിന്ന കാലം. മാസങ്ങൾ പോന്നു തികഞ്ഞു തന്മാനിനി കാസന്നമായി വന്നു സൂതികാലം. പാതിര നേരത്തു പാരാതെ പെറ്റാള പാദുജലോചന പൈതൽ തന്നെ. സൂതി കൊണ്ടുണ്ടായ മോഹത്തെ പൂണ്ടവൾ കാതരയായി നുറുങ്ങു നേരം. ചാരിക്കിടന്നങ്ങുണർന്നൊരു നേരത്തു ചാരത്തു നോക്കിനാൾ മന്ദമപ്പോൾ. കോമളനായ കുമാരനെ കാണായി കാർമുകിൽ കാമിക്കും കാന്തിയുമായി ആണെന്നു നിർണയിച്ചാനന്ദം പൂണുന്നു ഏനവിലോചനൻ മാരെന്നപ്പോൾ. നല്ലൊരു നന്ദനു നല്ലൊരു കാഴ്ചയായി നൽകിനാൾ നന്ദനുണ്ടായി നിന്നിങ്ങനെ. ചിന്തയെ പൂണ്ടോരു നന്ദൻ താനെന്നപ്പോൾ അന്തമില്ലാതൊരു സന്തോഷത്താൽ ചേലകൾ നല്ലവ നൽകി നിന്നിടിനാൻ. ബാലക ജന്മത്തെ ചൊന്നോർക്കെല്ലാം കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. പിന്നെയും പിന്നെയും ചൊല്ലും വീരനോടു നന്ദനെന്നുള്ള നാമമെന്നും അഞ്ചാതെ ചെഞ്ചമ്മേ പിന്നെയും പിന്നെയും എൻ ചെവി രണ്ടും പൂക്കും വണ്ണം. ഇങ്ങനെ ചൊല്ലിട്ടു പിന്നെയും ചൊന്നോക്കു മങ്ങാതെ ചേലകൾ നൽകി നിന്നാൻ. പാരാതെ ചെന്നങ്ങു പൈതലെ കണ്ടിട്ടു നീരാടിപ്പോ നിന്നു വന്നു. പിന്നെ ആരണർ ചൊല്ലാലെ ജാതകർമ്മത്തെയും ആചരിച്ചിടിനാനാദരവിൽ. ദാനങ്ങൾ
ഉത്സവം കൊണ്ടു നിറഞ്ഞുതെങ്ങും. അന്നു തുടങ്ങി വിളങ്ങുമാനന്ദന്റെ സുന്ദരമായുള്ള മന്ദിരത്തിൽ ചെന്നു തുടങ്ങി നാം ചെന്താരും മങ്കയും ചുമു വരുന്നു നാളെന്നു ഞാനും. രത്നങ്ങൾ കൂടാതെ ഗേഹങ്ങളുമേ രത്നങ്ങൾ കൊണ്ടു നിറഞ്ഞു കൂടി. ഗോപതന്മയെ പാർക്കുന്നിതാകിലോ വാക്കുകൊണ്ടേതും ഭജിച്ചുകൂടാ. കണ്ണും കിടങ്ങളും വന്നു തുടങ്ങിയ മന്ദിരം തന്നിൽ നിറഞ്ഞൊഴിഞ്ഞു. മാന്യങ്ങളായിട്ടു മറ്റുള്ളതെല്ലാമേ ധാന്യത്തിൻ പൂരവും ഔവണ്ണമേ. ഇങ്ങനെ എല്ലാരും പൊങ്ങി നിന്നിടുന്ന മംഗല്യമാണ്ടു വസിക്കും കാലം കൽപ്പിച്ചു നിന്ന കരത്തെ കയം തനായി ഒപ്പിച്ചു പോരേണമെന്നു നന്ദി. യാതനയായി മേവിനാദായമാർക്കെല്ലാവർക്കും നാഥനായി നിന്നൊരു നന്ദനപ്പോൾ പാരായ ചെന്നു കരത്തെയും നൽകിട്ടു പോരുവാനിങ്ങോ തുടങ്ങും നേരം. ആനകതുന്തുബി താനതറിഞ്ഞിട്ടു മാനിച്ചു ചെന്നവൻ ചാരത്തപ്പോൾ പ്രേമത്തെ തൂകുന്ന തൂമൊഴി കൊണ്ടുടൻ വാഗ്മത്തുമാറു പറഞ്ഞു നിന്നാൻ. നന്ദനും ചൊല്ലിനാൻ എന്നതു കേട്ടവൻ വന്നതു കൊണ്ടുള്ള സന്തോഷത്താൽ കാണേണമെന്നു ഞാൻ കാണിച്ച നേരത്തു കാണായി വന്നതും ഭാഗ്യമല്ലോ. പണ്ടു കഴിഞ്ഞുള്ള ദീനങ്ങൾ ഓർക്കുമ്പോൾ ഇണ്ടലുണ്ടാകുന്നു പാരമുള്ളിൽ. എത്രയുമേറ്റം കൊതിച്ചു നിന്നല്ലോ തൻ പുത്രനെ കാണുന്നു ലോകരെല്ലാം. അങ്ങനെയുണ്ടായ പുത്രരെയല്ലേ മംഗലം വേരറ്റ പാവി കംസൻ. പാരാതെ ചെന്നു പിറന്നങ്ങു വീഴുമ്പോൾ പാറമേൽ തല്ലി കഴിച്ചു കൂട്ടി. നാളെയുമുണ്ടി പൈതങ്ങളെന്നുള്ള രാശയെ കൊലയുണ്ടെന്നു വന്നു. ഉണ്ടാകുന്നാകില കണ്ടൊരു കംസനോ പണ്ടേവനല്ലോ താനെന്തു കാര്യം. പിന്നെ പിറന്നൊരു കന്യകയുണ്ടായി എന്നതും അങ്ങനെ പോയിതായി. വന്നിടുന്നതെല്ലാമേ കാണുന്ന ഒന്നിനും ഗതിയായി തന്നെ വേണ്ടു. കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. കുറച്ചും കൂടി ഒച്ചത്തിൽ വെച്ചു. ശാശ്വത വാക്കുകൾ ആശ്രയിച്ചിടുന്നു ഈശ്വരൻ തന്നോടെ വന്നതു നിർണയിച്ചിങ്ങനെ മന്നിടം ചേരുന്നു നിന്നു ഞാൻ. രോഹിണി സുനുവാം എന്നോടെ നന്ദനൻ രോഗവും കൂടാതെ മേവുന്നോനോ. എന്നോട് ജീവനം നിന്നുടെ കയ്യിലും എന്നതു ചൊല്ലേണ്ടതില്ലയല്ലോ. പുത്രനില്ലായികയാൽ അത്തേരെ പുണ്ടു നിൻ പുത്രനുണ്ടായതു കേൾക്കയാലേ. സന്താപം വന്നുള്ളതെല്ലാമേ പോയിട്ടു സന്തോഷം ചെയ്യുന്നു മനസ്സിൽ. അമ്പേറും അമ്പിനാൽ നിൻവൈതൽ തന്നെ ഞാൻ എംവൈതൽ എന്നതും ചിന്തിക്കുന്നു. എംവൈതലുണ്ടായ സന്തോഷമെല്ലാം വൈതൽ മൂലമിന്നുണ്ടായല്ലോ. അങ്ങനെയാകതു നമ്മിൽ നോക്കുമ്പോൾ മംഗലമാകുന്നതല്ലോ വേണ്ടു. കാര്യമെല്ലാമേ പൂരിച്ചതായല്ലോ. പാരാതെ പോകണം ഗോകുലത്തിൽ. വാമ്പോടുമെന്മേലെ തൻപെടും അല്ലലും തമ്പാടി തന്നിൽ വാരുന്നതിപ്പോൾ. എന്നതിന് മുമ്പിലേ ചെന്നങ്ങു കൊള്ളണം നന്ദനൻ തന്നെയും സൂക്ഷിക്കണം. എന്നതു കേട്ടൊരു നന്ദനും അന്നേരം നന്ദനൻ തന്നെയും നന്ദി ഗോകുലം മുന്നിട്ടു പോകത്തുടങ്ങിനാൻ ആകുലമായുള്ളോരുള്ളവുമായി. ആനകതുന്തുബി താനും അന്നേരത്തു ദിനതീർത്തു തേളിഞ്ഞുമേന്മേൽ. തോയ ജലോചനൻ തന്നെയും ചിന്തിച്ചു പോയങ്ങുകിനാൻ മന്ദിരത്തിൽ. കംസന്റെ ചൊല്ലിനാൽ കൈതവും കൊണ്ടുള്ള വാസവ വൈരികൾ പാരിലെങ്ങും. ചാലെപ്പോയി ചെന്നോരോ ബാലകന്മാരെയും കാലം നൽകി നടന്ന കാലം.
പൂതന എന്നൊരു സുരനശിനി ഭൂതലം തന്നെ നാടന്നെങ്ങോനെ സുന്ദരിയായ ഒരു നാരിയായി ചെന്നിട്ടു നന്ദഗൃഹത്തിലാകത്തു പൂക്കാൾ പാർപോലും കൊങ്കകൾ രണ്ടിലും ചെഞ്ചമ്മേ കാവോളം തേച്ചു ചാവച്ചു നേരെ ബാലക മന്ദിരം തന്നെ ചാരത്തു ചാലെ പോയി ചെന്നവൾ നോക്കുന്നേരം ചൊൽപ്പറ്റു നിന്നൊരു ശില്പം കലർന്നു അല്പമായുള്ളൊരു തൽപ്പതത്തിന്മേൽ ചാലക്കിടന്നു കൺകൊലിഞ്ഞെഴുന്ന ബാലകൻ തന്നെയും കാണായി വന്നു ദൂരത്തു നിന്നങ്ങു കണ്ടൊരു നേരത്തു ചാരത്തു ചെന്നു ജാതിച്ചു പൂക്കാൾ അണ്ടജനകയൻ തന്നെ ചാരത്തു കുണ്ടടി കാറ്റുന്നു പോകും പോലെ ഓമനത്തുമുഖം തന്നിലോ നോക്കിക്കൊണ്ടോ ഇടിനാടുട്ടു നേരം ചേർത്തൊരു കോപം പൂണ്ടന്തരൻ വരാനോ പാട്ടു നിന്നിടുന്നോളെന്ന പോലെ മെല്ലവേ ചെന്നങ്ങു തൊട്ടു നിന്നിടിനാൾ പല്ലവം വെല്ലുമാ പൂവൽ മേനി രത്നമെന്നിങ്ങനെ തന്നിലെ നന്നി നന്ദിയെ ചൊന്നുതോടുന്ന പോലെ പാരാതെ പിന്നെ എടുത്തു നിന്നിടിനാൾ ആരോണി പൈതൽ തന്നെ പാശമെന്നിങ്ങനെ നിർണയം കൊണ്ടിട്ടു പാമ്പിനെ ചെന്നങ്ങെടുക്കും പോലെ ഓമന പൂവൽ മെയ്മിനിയിൽ കൊണ്ടപ്പോൾ പൊൾമയെ തിണ്ണമേടുന്നു മെയിൽ നാട്ടിലെ പുതന തന്നെ കാൾ മുമ്പിലെ പോവാനായെന്ന കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി നീണ്ടുള്ള ബാഹുക്കൾ കൊണ്ടവൾ പൂമയിൽ കൊണ്ടുകൊണ്ടിരീനാളെന്നു മെല്ലെ പല്ലവമൊണ്ടൊരു സല്ലകി എന്നിട്ടു പാവക ജ്വാല നല്ലന പോലെ ചുംബിച്ചു കാണുമ്പോൾ തോന്നാതോരില്ലായാരും നൂതനായൊരു പൈതരും അന്നേരം പൂതന തന്നെയും നോക്കി നിന്നാൽ ഹസ്തകമേറിന കേസേരി പൈതൽ ബന്ധനൂടൽ നോക്കും പോലെ ആരാനും പോന്നു വരുന്നതിൽ മുമ്പിലെ കാര്യമായതു സാധിക്കേണം എന്നങ്ങു നന്നീന പൂതന തനപ്പോൾ നന്ദകുമാരകൻ വായിൽ നേരെ ദുസ്തനം തന്നെയും നൽകി നിന്നിടിനാൽ ദുഷ്ടമാർക്കങ്ങേരെ തോന്നി ന്യായം കൈകളെ കൊണ്ടു പീഡിച്ചു നിന്ന നേരം അന്നേരം കൈധവസൂദനായ ബാലൻ അമ്മൂല തന്നെ കൂടിച്ചു നിന്നിടിനാൻ അമ്മതൻ നന്മൂല എന്ന പോലെ പാൽ കൊണ്ടു ചെഞ്ചമ്മേ കൈകെട്ടു കൂടാനിട്ടാളൂലനാകയാലെന്ന പോലെ കാറ്റേയും കൂടി കൗടിച്ചു കൊണ്ടിടീന കാറ്റോലിച്ചങ്ങവൾ നൽകുമപ്പോൾ ഏറ്റമേഴുന്നോരു പിഴയെ കൊണ്ടവൾ ചീറ്റന്തി രണ്ടു
നടന്നപ്പോൾ നമുക്കറിയില്ലല്ലോ, വായിക്കുമ്പോൾ എല്ലാവരും ഓരോ പ്രാവശ്യം വായിക്കും. സമയത്ത് സ്പീഡായിട്ട് 28-ന് സമ്പൂർണ്ണ കൊടുക്കാൻ. 28-ന് സമ്പൂർണ്ണം വേറെ രീതിയിൽ വായിച്ചാൽ മതി. ഗോമായം കൊണ്ടുള്ള ലേപവും പെണ്ണീനാർ ഗോശൃംഗം തന്നീലേ മണ്ണു കൊണ്ടും ഗോമായമായുള്ള രക്ഷയെ ചെയ്താര ഗോപകുമാരനു ഗോപികമാർ. കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. വൈകുണ്ഠം തന്നോടെ നാമങ്ങൾ ഓരോന്നേ വൈകല്യം വരാതെ ചൊല്ലി ചൊല്ലി വേച്ചിതൻ വെൺപണി പൊക്കിനെ നേടിന രാജിമാരെല്ലാരും മെല്ലെ മെല്ലെ നന്ദനും വന്നു മന്ദിരം പുകീന അന്നേരം വല്ലവന്മാരുമായി ഭൂതലൻ എന്നിൽ ബാധിച്ചു കിടക്കുന്ന ഭൂതന തന്നോടിൽ കണ്ടു. പിന്നെ ദിവസം 2-ാം ദിവസം തീരെ വായിച്ചിട്ടില്ലല്ലോ. 2 ദിവസം തീരെ വായിച്ചിട്ടില്ലല്ലോ. 2-3 ദിവസം തീരെ വായിച്ചിട്ടില്ലല്ലോ. ഭൂതന തന്നോട് ഉന്നതമായുള്ള അദ്ദേഹം തന്നെ ശസ്ത്രങ്ങൾ കൊണ്ടു താരിച്ചു നിന്നങ്ങനെ 10,100,000 കണ്ടമാക്കി ദൂരത്തു കൊണ്ടുപോയി ചുട്ടു കാളഞ്ഞു. നേരത്തു വന്നു കുളിച്ചു. പിന്നെ നാരായണൻ തന്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് ശ്രീകൃഷ്ണ പരമാത്മനെ കുലൂകല ബന്ധനമാണ് ആരംഭിക്കുന്നത്. പാടാതെ കാന്തി വളർക്കും പൈതൽ തൻ വീടായി മേവും മന്ദിരത്തിൽ കേടായ കേടുമേ കൂടാതെ കടമായി പഞ്ചർന്നുറങ്ങും നേരം ചാടായി വന്നാന ദാനവനെങ്കിലും ചാടായി ഓടായി വന്നു നുറങ്ങിനാനെങ്കിലും ഓടായി വന്നില്ല കൊല്ലുന്നേരം കായാവിൻ പൂവത്താകാർ വർണ്ണം തന്നോടെ തായായി നിന്നായി ശോധ. പിന്നെ തന്മകൻ തന്നെ എന്നൻവാടി തന്നിൽ വച്ചുന്മേഷം കൊണ്ടു വസിക്കുന്നേരം നെന്മേനി പൂവത്തോരമ്മേനി ചഞ്ചമേ വന്മേരുക്കുന്നു താനെന്നാ പോലെ ചേർത്തു നിന്നേറ്റവും ആർത്തയായി വന്നിട്ടു പാർത്തലം തന്നിലെ ചേർത്തു. പിന്നെ ഒത്തു നിന്നിടിനാൽ എൻ മകൻ എന്തുപോൽ ചേർത്തു നിന്നിടുന്നു തെന്നിങ്ങനെ ആരായി മേ വന്നതെന്നിവനെന്നുള്ള ആരാഞ്ഞു കാണണമെന്നു തന്നെ ഈശ്വരനെ എന്നുള്ളൊരോർമ്മയുണ്ടായത് മാച്ചു കളഞ്ഞാളമ്മയായപ്പോൾ എന്നോട് പൈതലെന്നിങ്ങനെയുള്ളൊരു നിർണയം പെണ്ണിയെടുത്തു. പിന്നെ അമ്പൂരം വെല്ലുന്നൊരമുഖം തന്നിൽ ചുംബിച്ചു മേവിനാളമ്മ ചെമ്മേ പൊന്മയമായൊരു തൊട്ടിൽ തന്മേലെ ചിന്മയൻ തന്നെ കിടത്തി നന്നായി ദൃഷ്ടിയിലാക്കി കട്ടക്കിടാവുമായി ചിന്തയായി നിന്നാളങ്ങോട്ടു നേരം കൺപോലിഞ്ഞിടിനാരൻ മകൻ എന്നതു കമ്പോടു വാണിതാണുള്ളിൽ നന്ദി തെറ്റെന്നു പോയി തന്നുറ്റോരുമായിട്ടു മറ്റുള്ള വേലകൾ ആചരിച്ചാൽ കാറ്റായി വന്നാന കംസന്റെ ചൊല്ലാലെ മാറ്റാനായുള്ളൊരു മറ്റൊരുത്തൻ അച്ചൽ കിടാവിനെ ചിറ്റവും കൊണ്ടങ്ങ് ചുറ്റി നിന്നിടിനാനേറ്റമേറ്റം അമ്പരം പോണാതെ വൈതലെ കൊണ്ടുപോയി അമ്പരം പൂജിച്ചാൻ താനവൻ താൻ. കുന്നിവൻ തന്നെ ഞാൻ തിന്നുകൊള്ളേണമെന്നാവൻ തന്നിലെ നന്നുമപ്പോൾ പരിച്ചു നിന്നു കാനത്തു തുടങ്ങിയത് ആരോമിൽ പൈതൽ തൻ പൂവേലാംഗം കണ്ഠം പിടിച്ചു മുറുക്കിനെ നേടിനാൻ കൊണ്ടൽ നിർവർണ്ണനുമെന്ന നേരം. കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി
വന്മാല താനിന്നു തന്മാനം തന്നീലെ നിർമ്മലം തന്നെയും നന്ദി നന്ദി. ഒരു പേജും കൂടി വയ്ക്കാം. മേൽപ്പെട്ടു പോകുന്ന ദാനവൻ അന്നേരം കീഴ്പോട്ടായി വന്നിതു യാനം വേഗം പാലിച്ചു നിന്നങ്ങു വീഴുന്ന നേരത്തു പാറമേലായിരു ഭാഗ്യത്താലെ വേറിട്ടു പോകാതെ പൈതലും പോന്നവൻ മാറിടം തന്നിലുമായി വന്നു. തുള്ളിച്ചെഴുന്നൊരു കാറ്റുമടങ്ങിത ഉള്ളിലെ കാറ്റുമങ്ങവണ്ണമേ വേഗത്തിൽ പോന്നിങ്ങു വീണവൻ ദേഹവും ഏകമായുള്ളതനേകമായി മംഗലദേവത തങ്ങുന്നൊട്ടുള്ളതങ്ങിനെയല്ലോ താൻ വന്നു ന്യായം. പാറമേൽ വീണു മരിച്ചവൻ കാറ്റിനു മാറ്റായി വന്നതോ ചേരുമല്ലോ മാറാതെ മേവുന്ന ബാലന്തത്തിലേക്ക് മാറായി വന്നതും ചേരുന്നാകും. ദാനവ പീഠമുണ്ടാകുലമായുള്ള വാനവർ പോലുന്ന താപത്തിനും മാറായി വന്നുത പൈതൽ തന്നമ്മയ്ക്കു മാറാതെ വീണൊരു കണ്ണുനീരും വാടാതെ നിന്നുള്ള മാല്യങ്ങൾ എല്ലാവർക്കും ചൂടായി വന്നിട്ടേ പണ്ടേ കാണൂ. നീടാർന്ന നന്ദനു മാനസമന്നേരം ചൂടായി വന്നുപോൾ കാൺകപ്പിച്ച ഏറ്റം ചൂടന്നുള്ള കാറ്റായി വന്നൊരു മാറ്റാനോടേറ്റം പഠിച്ച പോലെ വട്ടത്തിൽ പാഞ്ഞം കുഴന്നു തുടങ്ങി ഞാൻ കഷ്ടവും കൊണ്ടുള്ള വല്ലവിമാർ പൈതലെ കാണാനു പാറ മുഴന്നവർ കൈതിരുന്നിരുന്ന നേരത്തപ്പോൾ ദൂരവെ കാണായി പാറമേൽ വീണവൻ മാറിടം ചേരുമ പൈതൽ തന്നെ ഓടിയണഞ്ഞെടുത്തു കൊണ്ടിടിന പേടിയും കൈവിട്ടു പെപ്പെടാതെ മാർഗാദേവൻ നിങ്ങു മാതാവിൻ കയ്യിലെ മാനിച്ചു നൽകിനാൻ പിന്നെ നേരെ അക്ഷകനായ കുമാരകൻ തന്നുടെ രക്ഷയും ചെയ്തു തെളിഞ്ഞു പിന്നെ ചുംബിച്ചു നിന്നവൻ നന്മുഖം തന്നിലെ നന്മൂലത്തെ പിന്നെയും നൽകി വിജ്വലയായ യശോദയും അന്നേരം വിസ്മിതയായി വിളങ്ങി നിന്നാൻ. കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. തന്നുടെ പുണ്യങ്ങൾ തന്നുടെ വൈഭവം എന്നത് ചൊല്ലാവൂ തിന്നമിക്കൂ അന്നു വന്നിടുന്ന വൈരികളെല്ലാവർക്കും വന്യായി നിന്നു ദഹിക്കും ഇവൻ നിന്നോട് ചിന്തിതമെല്ലാമേ സാധിക്കും ഇന്നിവൻ തന്നെ ലഭിക്കയാലേ പാലിച്ചുകൊള്ളുകയി പൈതലെ എന്നാലും പാലിച്ച സങ്കടം പോക്കുവാനായി നന്ദനോടിങ്ങനെ ചൊല്ലിനോ നന്മുനി നന്ദിച്ചു പോയാൻ തൻ ഇച്ഛയാലേ നന്ദനൻ തന്നുടെ വൈഭവം കേട്ടൊരു നന്ദനും തന്നിൽ നന്ദിച്ചിപ്പോൾ ജായ എന്നോട് പറഞ്ഞു നിന്നിടുവാൻ ഒപ്പേയകന്നിടുമകത്തു പൊക്കാൻ മംഗലജാലങ്ങൾ പൊങ്ങി വന്നെങ്ങുമേ തിങ്ങി നിന്നിടുന്ന ഗോകുലത്തിൽ അങ്കനമരുമായ ഓരോരു ഭംഗിയിൽ നിന്നു വീളങ്ങുമെന്നാൾ ഒമേനെ
തന്നെ അങ്കൂരം കണ്ടിട്ടു സന്തോഷം കൊണ്ടുള്ള വല്ലവിമാർ വേഗത്തിൽ ചുംബിച്ച നേരത്തു നന്മ കൊണ്ടെടുത്തിടുവാൻ വെള്ളിയിലാരും അന്ന് വന്നെന്നു കണ്ടു നിന്നിടുവർ കണ്ടീനാഥന്റെയും അവണ്ണമേ ആലോകരുള്ളത്തിൽ ആനന്ദമെങ്കിനെ ചാലി നൽകിയിടുന്ന കാലകന്മാർ ഭോജനം തന്നിൽ കാമിനു തുടങ്ങിനാർ നൂതനമായൊരു കാന്തിയുമായി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ ഇതെല്ലാം പദ്യമായിട്ടുണ്ടായതല്ലേ അല്ലേ? ഇതെല്ലാം പദ്യമായിട്ട് വന്നതല്ലേ? ഒന്നുമില്ല. ആച്ചിമാർ പിന്നാലെ പച്ചൽ തുടങ്ങിയിടും പരം പിന്നെ വെല്ലാമെന്നിങ്ങനെ ചൊല്ലി നിന്നിടല വെള്ളാമൂറിനേഴും മയിലപ്പോൾ മാധുര്യസാരത്തിൽ ചെന്നു തുടങ്ങിയിടു മനസ്സമിങ്ങനെ നാളിൽ നാളിൽ അനായ മാനി എല്ലാവരും കുറിച്ചു മാനിമാരുടെ മനസ്സം മാനിച്ച തങ്കലെന്ന പോലെ പിന്നെയും പാലും തൊട്ടുള്ളൊരു പങ്കുകൂടി തിന്നമേഴുന്നു തുടങ്ങുകയാൽ അച്ചിമാരോരോ വേലയ്ക്കു പോകുമ്പോൾ ഒച്ച തുടങ്ങിയതു മെല്ലെ മെല്ലെ പാൽവെണ്ണ ചെന്നുള്ള പാചകമൊരു പാലു തുടങ്ങിയ കണ്ണീനയും കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇന്നത്തെ ശ്രീകൃഷ്ണ ഗാഥാപാരായണം കടലായി ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുചരണങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം തത്സത്. ശ്രീ വിഷ്ണു ഭുജംഗ പ്രയാതം ശങ്കരാചാര്യ വിരചിതം വിദം ശം വിദം നിർമ്മലം നിർവിക